ഇത് ജർമ്മനിയിലെ കൊളോൺ കത്തീഡ്രലാണ്. വളരെ പഴയതും വലുതുമായ ചർച്ചാണ്. ഇത് ഗോട്ടിക് ശൈലിയിലാണ് പണിതത്. 1248 പണിയാൻ തുടങ്ങിയ ഈ ദേവാലയം 600 വർഷത്തോളം കഴിഞ്ഞാണ് പൂർത്തിയായത്. 1880 ഇതിൻ്റെ 2 വലിയ ഗോപുരങ്ങൾ 157 മീറ്റർ ഉയരമുള്ളതാണ്. ഈ കത്തീഡ്രൽ ലോകത്തിലെ ഏറ്റവും വലിയ ചർച്ചുകളിൽ ഒന്നാണ്. അതിനാലാണ് ഇത് യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വിശുദ്ധരായ 3 രാജാക്കന്മാരുടെ അവശിഷ്ടങ്ങൾ ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നു. അതിനാൽ വലിയ ആത്മീയ പ്രശസ്തിയും ഈ ഇടത്തിനുണ്ട്. പ്രതിദിനം ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ സന്ദർശനത്തിന് വരുന്നു. ഫോട്ടോകൾക്കും ആരാധനയ്ക്കും ഇത് മനോഹരമായ കെട്ടിടം കാണാനുമായാണ് പലരും എത്തുന്നത്. കൊളോൺ കത്തീഡ്രൽ ഒരു ചരിത്ര സ്മാരകമാണ്, മനോഹരവും വിശ്വാസഭരിതവും. 2ാം ലോക മഹായുദ്ധത്തിൻ്റെ ഭാഗമായി നശിക്കപ്പെട്ടെങ്കിലും പുനർനിർമ്മിച്ചു. ഇന്ന് ജർമ്മനിയിലെ ഏറ്റവും സന്ദർശിക്കപ്പെടുന്ന സാംസ്കാരിക മത കേന്ദ്രങ്ങളിൽ ഒന്നാണിത്. ദിനം പ്രതി ലക്ഷക്കണക്കിന് സന്ദർശകർ ഇവിടെ എത്തുന്നു. പ്രവേശനം പൊതുവെ സൗജന്യമാണ്. ആരാധനയ്ക്കും സംഗീത പരിപാടികൾക്കും ഇടമുണ്ട്. സന്ദർശകർക്ക് 500-ൽ കൂടുതൽ പടികൾ കയറി ടവറിൻ്റെ മുകളിലെത്താം. അവിടെ നിന്ന് റൈൻ നദിയും കൊളോൺ നഗരം മുഴുവനായും കാണാനാകും. കത്തീഡ്രലിൻ്റെ പ്രധാന ആകർഷണങ്ങളാണ് ഇതിലെ ടവറുകൾ. 2 പ്രധാന ടവറുകൾ ഓരോന്നും ഏകദേശം 157 മീറ്റർ ഉയരമുണ്ടാകും. ഇത് ജർമ്മനിയിലെ ഏറ്റവും ഉയർന്ന ദേവാലയവും ലോകത്തിലെ 3ാമത്തെ ഉയർന്ന കത്തീഡ്രലുമാണ്. പ്രധാനപ്പെട്ട ആകർഷണങ്ങളിൽ മറ്റൊന്നാണ് സ്റ്റെയിൻഡ് ഗ്ലാസ് വിൻഡോസ്. ഹസിയൻ കാലഘട്ടത്തിൽ നിർമ്മിച്ചതായി കരുതപ്പെടുന്ന നിറച്ചുപെരുകിയ ഗ്ലാസ് ജാലകങ്ങൾ. ബൈബിളിലെ കഥകളും വിശുദ്ധരുടെ ജീവിതവും ഇതിലൂടെ കാണിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട ആകർഷണമാണ് 3 ജ്ഞാനികളുടെ ശവകുടീരം. 3 വൈസ് മെൻ അഥവാ 3 ജ്ഞാനികളുടെ ശവങ്ങൾ സൂക്ഷിക്കുന്നതായി വിശ്വാസമുള്ള ഭാഗം. ഈ ശവകുടീരത്തിന് സ്വർണ്ണാഭരണങ്ങളും രത്നങ്ങളും അടങ്ങിയ സമൃദ്ധമായ ശില്പകലകളുമുണ്ട്. കൊത്തുപണികളാലും ശില്പകലകളാലും നിറഞ്ഞതാണ് ഈ കത്തീഡ്രൽ. കൊളോൺ കത്തീഡ്രലിന് പുറകിൽ ഒരു കഥയുണ്ട്. ഈ കഥയ്ക്ക് തുടക്കം കുറിച്ചത് ക്രിസ്തുവിൻ്റെ ജനനം കണ്ട് അദ്ദേഹത്തിനെ പൂജിക്കാൻ വന്ന 3 ജ്ഞാനികളാണ്. ഈ 3 ജ്ഞാനികളുടെ അസ്ഥികൾ 11ാം നൂറ്റാണ്ടിൽ ഇറ്റലിയിൽ നിന്നുള്ള മോശിയിലൂടെയും വിശ്വാസത്തിലൂടെയും കൊളോൺ നഗരത്തിലേക്ക് കൊണ്ടുവന്നതായി വിശ്വാസം. ഈ ശവശേഷികൾ സൂക്ഷിക്കാനായി ഒരുപാട് ആത്മാർത്ഥതയോടെ പണിയെടുക്കാൻ തീരുമാനിക്കപ്പെട്ടു. അങ്ങനെ 1248 കൊളോൺ കത്തീഡ്രലിൻ്റെ ശിലാസ്ഥാപനം നടന്നു. 1248 ആരംഭിച്ച നിർമ്മാണം അതിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിൽ വളരെ ആകർഷണീയമായി മുന്നോട്ടു പോയി. എന്നാൽ പണക്ഷാമവും രാഷ്ട്രീയ പ്രതിസന്ധികളും മതപരമായ മാറ്റങ്ങളും കാരണം 16ാം നൂറ്റാണ്ടോടെ നിർമ്മാണം നിൽക്കുകയും ചെയ്തു. പിന്നെ ഈ അതിമഹത്തായ കെട്ടിടം അപൂർണമായി നിലനിൽക്കുകയായിരുന്നു. അതിൻ്റെ ഉയരമുള്ള ടവറുകൾക്ക് തിരകിട്ടിയില്ല, പാളികൾ തക്കവണ്ണം ചേർത്തില്ല. 1800-കളിൽ ജർമ്മനിയിൽ ദേശീയതയുടെ ഉണർവും മതവിശ്വാസവും വളർന്നതുമാണ് ഈ ദേവാലയത്തെ വീണ്ടും ശ്രദ്ധയിൽ കൊണ്ടുവന്നത്. 1842 ജർമ്മൻ രാജാവ് ഫ്രെഡറിക് വില്യം കത്തീഡ്രലിൻ്റെ നിർമ്മാണം പുനരാരംഭിക്കാൻ ഉത്തരവിട്ടു. ഒടുവിൽ 1880 632 വർഷം പിന്നിട്ടു ഈ കത്തീഡ്രൽ പൂർണ്ണമായും പൂർത്തിയാക്കാനായി. 2ാം ലോക മഹായുദ്ധത്തിൽ കൊളോൺ നഗരത്തിലേക്കുള്ള ബോംബാക്രമണങ്ങളിൽ നഗരത്തിൻ്റെ വലിയൊരു പങ്ക് നശിച്ചെങ്കിലും കത്തീഡ്രൽ അത്ഭുതകരമായി നിലനിന്നു.